ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അലൈറ്റ് മോഷൻ്റെ ബേസിക് ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ അലൈറ്റ് മോഷൻ യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ബേസിക് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നമുക്ക് നേരെ അലൈറ്റ് മോഷൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഹോം, ട്യൂട്ടോറിയൽ, പിന്നെ ഒരു പ്ലസ് ബട്ടൺ, പിന്നെ നമുക്ക് നമ്മൾ ചെയ്ത ഒരു പ്രൊജക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഇവിടെ കാണാം. സോ ദെൻ അപ്പുറത്തായിട്ട് ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ. സോ ഇവിടെ നമുക്ക് XML ഫയൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. സോ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെയാണ് നമ്മൾ ആ ഒരു റേഷ്യോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റേഷ്യോ ആണെങ്കിൽ, ഇൻസ്റ്റഗ്രാം റീൽസ് റേഷ്യോ ആണെങ്കിൽ ഈ ഒരു 9:6 എന്നുള്ളതാണ് ഇൻസ്റ്റഗ്രാം റീൽസ് റേഷ്യോ. ഓക്കെ, ഇവിടെ നമുക്ക് ഫ്രെയിം റേറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. 60 FPS കൊടുക്കാം. ഓക്കെ, റെസൊല്യൂഷൻ 1080p. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു റേഷ്യോസൊക്കെ കസ്റ്റം ചെയ്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഈ ഒരു റേഷ്യോയിലുള്ള വീഡിയോസൊക്കെ ചെയ്യണത് ഇതിലൊക്കെ ചെന്ന് കസ്റ്റം ചെയ്തിട്ട് ആ ഒരു റേഷ്യോയുടെ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ 9:6 റേഷ്യോ ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മേലെയായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ആ ഒരു പ്രൊജക്റ്റിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ട്യൂട്ടോറിയൽ നല്ല കൊടുക്കുന്നുണ്ട്. ദെൻ അടിയിലായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് പ്രൊജക്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു മീഡിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ഇതിങ്ങനെയാണ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഷേപ്പാണ് വേണമെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഷേപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഫുള്ള് വരും. ആ ഒരു കളറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ദെൻ നമുക്കിവിടെ ആ ഒരു ഗ്രേഡിയൻ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഗ്രേഡിയൻ്റ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി ഡിസൈൻ ചെയ്യാനാണെങ്കിൽ ഇതിൽ തന്നെ ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ജസ്റ്റ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടൂൾ നോക്കാം. നെക്സ്റ്റ് ടൂൾ ആ ഒരു വെക്ടർ ഡ്രോയിങ് എന്ന് പറഞ്ഞതാണ്. സോ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സ്ക്വയർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊടുത്ത പോയിന്റിൻ്റെ അവിടെ വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തെടുത്ത ആ ഒരു ഷേപ്പ് ഇവിടെ കിട്ടും. ദെൻ അതിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഈ ഒരു ക്യാറ്റിൻ്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ക്യാറ്റിൻ്റെ ഫോട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. സിമ്പിളായിട്ട് ജസ്റ്റ് ഫാസ്റ്റിലൊന്ന് കാണിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ടൈം എടുത്ത് ചെയ്യാം. വെക്ടർ ഡ്രോയിങ് എടുക്കുക. ജസ്റ്റ് ആ ഒരു ക്യാറ്റിൻ്റെ ആ ഒരു ബോർഡറിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ആക്കാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ക്യാറ്റിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇതുപോലെ നമുക്ക് പലതരത്തിലുള്ള ഷേപ്പ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യാനാണ് ഈ ഒരു വെക്ടർ ഡ്രോയിങ്. സോ ഈ ഒരു വെക്ടർ ഡ്രോയിങ് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് വെച്ചിട്ട് മാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് എഡിറ്റിങ്ങുകളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അലൈറ്റ് മോഷനിൽ ഷേപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മീഡിയ ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു മീഡിയയിൽ നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസൊക്കെ ജസ്റ്റ് ആഡ് ചെയ്യാം. അതാണ് മീഡിയയിൽ. ദെൻ അപ്പുറത്തായിട്ട് നമുക്ക് ഓഡിയോ കാണും. സോ ഒരു മീഡിയ ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഓഡിയോസൊക്കെ ഇവിടെ കാണാം. സോ ഇതല്ലാണ്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഓഡിയോ ആഡ് ആക്കാം. സോ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇനി തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ആൻഡ് എലമെൻ്റ് എന്ന് കാണും. സോ അതിൽ നമുക്ക് ഈ ഒരു ക്യാമറ എന്നുള്ള ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെയാണ്. സോ അതൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് എഡിറ്റിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ബേസിക്കലി ഞാൻ പറയണില്ല. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് നോക്കേണ്ടത് ഈ ഒരു മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് കാണുന്നത് ആ ഒരു ആ ഒരു സ്പീഡിൻ്റെ ആ ഒരു ടൂളാണ്. സോ അത് നമ്മൾ വീഡിയോയുടെ സ്ലോമോ ആക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ടൂളാണ് സ്പീഡിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ഒരു 3 ടൂള് കാണാം. സോ ഈ ഒരു 3 ടൂള് നമുക്ക് കട്ട് ചെയ്യാനും ട്രിം ചെയ്യാനും സ്പ്ലിറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ്.
ഇപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് ഇത് ഇവിടം വെച്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു റൈറ്റിലെ ഏറ്റവും അറ്റത്താണ് ആ ഒരു ടൂൾ യൂസ് ചെയ്യുക. ദെൻ അപ്പുറത്തും ഇപ്പുറത്തും കട്ട് ചെയ്യുക. ദെൻ ഈ ഒരു ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് വേറൊരു ടൂൾ വരും. സോ ആ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ലെഫ്റ്റിലേക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് വേറെ ജസ്റ്റ് ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ഇമേജ് ആഡ് ചെയ്യാണ്. സോ ഇതിൻ്റെ നമുക്ക് കുറച്ച് പോയിട്ട് ആ ഒരു കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും. ഓക്കെ, നമുക്ക് നേരെ അടിയിലേക്ക് വന്നാൽ കളർ ആൻഡ് ഫില്ല്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷേപ്പിൽ കളറൊക്കെ ആഡ് ചെയ്യാനാണ് യൂസ് ചെയ്യണേ. ഓക്കെ, ജസ്റ്റ് ബാക്ക് അടിക്കുക. തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ബോർഡർ ആൻഡ് ഷാഡോ എന്ന് പറഞ്ഞു കാണും. സോ ഇതിലാണ് നമ്മൾ സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണത്. സോ ഇപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് വെക്കാം. സോ ഫോട്ടോയിൽ നമുക്ക് സ്ട്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് എനേബിൾ ചെയ്യുക. ജസ്റ്റ് അത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സൈഡിലായിട്ട് വൈറ്റ് വരുന്നത് കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോയിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റ് സ്ട്രോക്കൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യണേ. ഓക്കെ, ഇപ്പോൾ സ്ട്രോക്ക് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടിയിൽ കാണുന്നത് ബോർഡർ ആണ്. സോ അത് ജസ്റ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോക്ക് കൊടുത്ത പോലെ തന്നെയാണ് ബോർഡർ. ആ ഒരു ഫോട്ടോയുടെ ബോർഡറിൽ ആ ഒരു വൈറ്റ് വരും. സോ അതിൻ്റെ കളർ നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ചേഞ്ച് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ആക്കാം, റെഡ് ആക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഏറ്റവും അടിയിലായിട്ട് ഷാഡോ ആണ് വരുന്നത്. സോ ഷാഡോ നമുക്ക് ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വരും. സോ ഇവിടെ വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഷാഡോ സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് അപ്പുറത്തേക്ക് കിടന്നാൽ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി കാണും. സോ ഇതിൽ നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ ഒപ്പാസിറ്റി കാര്യങ്ങളൊക്കെ കുറയ്ക്കുക, കൂട്ടൊക്കെ ചെയ്യാം. സോ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഓവർലേസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് സ്ക്രീന് കാര്യങ്ങളൊക്കെ കൊടുക്കണത്. സോ അതൊക്കെ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പ്ലസ് കാണുന്നത് നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സ്വൈപ്പ് ചെയ്ത് ആ ഒരു ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലസ് ബട്ടൺ യൂസ് ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ എക്സും വൈയും എന്നാണ് പറയുക. അപ്പോൾ ലെഫ്റ്റിലേക്കുള്ളത് എക്സ്, മേലേക്കുള്ളത് വൈ. ഓക്കെ, നെക്സ്റ്റ് അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷനാണ് വരുന്നത്. സോ നമ്മുടെ ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ചെയ്യാനും റൊട്ടേഷൻ. ദെൻ ഇതിൻ്റെ അടിയിൽ നമുക്ക് സൂമിങ്, സ്കെയിൽ. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ സൂം ചെയ്ത് വരാനൊക്കെ യൂസ് ചെയ്യണ ഒരു ടൂളാണ് അത്. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ഫോട്ടോ അതിൻ്റെ എഡ്ജ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിരിക്കാനും അത് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക ഒരു 3D ലെവലാക്കാനും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ലാസ്റ്റത്തെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ കീ ഫ്രെയിം എന്താണെന്ന് നോക്കാം. സോ ഈ ഒരു ലെഫ്റ്റിൽ കാണുന്നതാണ് കീ ഫ്രെയിം. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ കാണിച്ചു തരാം, പ്ലസ് ബട്ടണിൽ കാണിച്ചു തരാം. ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ലാസ്റ്റ് എൻഡിലായിട്ട് ആ ഒരു കീ ഫ്രെയിം ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, ലെഫ്റ്റിലേക്ക് കാണാത്ത രീതിയിലേക്ക് വെക്കാം. ശേഷം നമുക്ക് ഇത് ഇവിടെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് ആഡ് ചെയ്യാം. സോ ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ അതിൽ കൊടുത്തേക്കണ ഏതെങ്കിലും ഗ്രാഫ് ആഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലേക്കാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അടിയിലുള്ള ഒരു ടൂൾ യൂസ് ചെയ്ത് നമുക്കത് സൈഡിലേക്ക് ആക്കാം, ബാക്കിലോട്ടാക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാതെ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് പോണത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ റൊട്ടേഷനിലും സൂമിങ്ങിലും ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ജസ്റ്റ് റൊട്ടേഷനിൽ കാണിച്ചു തരാം. ആ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുക, റൊട്ടേഷനിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ദെൻ അത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്യുക, ദെൻ ബാക്കിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ആ ഒരു സൂമിങ് കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എൻഡിലായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ദെൻ സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം, ആ ഒരു കീ ഫ്രെയിം വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് സൂം ചെയ്ത് കൊടുത്തിട്ട് സ്ക്രീനിൽ കാണുന്നത് ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു 2 ഗ്രാഫും ഇപ്പോൾ മേലേക്ക് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗ്രാഫിൻ്റെ ഫാസ്റ്റ് ആവും, ആ ഒരു മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആവും. ഓക്കെ, അത് ജസ്റ്റ് ബാക്കിലോട്ട് ആക്കുകയാണെങ്കിൽ അതിൻ്റെ ഫാസ്റ്റിങ് കുറയും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈറ്റ് മോഷനിൽ ജസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്ത് ഈ ഒരു മൂവ്മെൻറ്റ്സ് കാര്യങ്ങളും സൂമിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ബാക്കി കാര്യങ്ങളും എഫക്ട്സ് കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.